സർ നമസ്കാരം. നമസ്കാരം. സർ, ഇപ്പോൾ അതിജീവിതയെ വീണ്ടും അപമാനിച്ചു എന്ന പേരിൽ രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ അതിജീവിത പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ വിഷയത്തിൽ ശ്രീകാര്യം പോലീസ് എടുത്തിരിക്കുന്ന ഈ കേസിന്റെ പുറത്ത് ജാമ്യം റദ്ദാക്കാനായിട്ട് സൈബർ പോലീസ് കോടതിയിൽ അവകാശം അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ അതിജീവിതയെ അപമാനിച്ചു പുറത്തിറങ്ങിയ ശേഷം, അതായത് ജാമ്യ വ്യവസ്ഥ വയലേറ്റ് ചെയ്തു എന്നുള്ളതാണ് അവരിതിൽ പറയുന്നത്. അതിജീവിതയെ ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ വ്യാജ അതിജീവിത എന്ന് കോട്ട് ചെയ്തു എന്നുള്ളതാണ് പരാതി. ഇത് അതിജീവിതയ്ക്ക് മാനഹാനി ഉണ്ടാക്കി, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് അവരെ ഭയപ്പെടുത്തി, അങ്ങനെയുള്ള കുറെ അലിഗേഷൻസ് ഇതിൽ പറയുന്നുണ്ട്. ശരിക്കും രാഹുൽ ഈശ്വറിനോട് 19-ാം തീയതി ഹാജരാവാൻ പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഒരു അറസ്റ്റ് കഴിഞ്ഞിട്ട് ജയിൽവാസം കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങിയ ശേഷം വീണ്ടും അയാൾക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണവുമായിട്ട് അല്ലെങ്കിൽ ജാമ്യ വ്യവസ്ഥ വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു വരുമ്പോൾ ഈ കേസ് ഇനി നിയമപരമായിട്ട് നിലനിൽക്കുന്നതാണോ സർ? അതായത് ഒരാൾക്ക് ജാമ്യം കോടതി അനുവദിക്കുമ്പോൾ ആ ജാമ്യ വ്യവസ്ഥകൾ കാണും. ബെയിൽ കണ്ടീഷൻസ് എന്ന് പറയും. ആ ബെയിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ മുമ്പിൽ മാസത്തിൽ ഇന്ന ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഇന്ന ദിവസം ഇത്ര നാളത്തേക്ക് ഹാജരാകണമെന്നും, അതേപോലെ തന്നെ ഈ ഏരിയ വിട്ടു പോകുന്നത് പെർമിഷൻ ഇല്ലാതെ പോകരുതെന്നും, ചില ഏരിയകളിലേക്ക് ചെല്ലരുതെന്നും, ഇങ്ങനെ പല കണ്ടീഷൻസ് വെക്കും. ആ കണ്ടീഷൻസിന്റെ കൂട്ടത്തിൽ ഒരെണ്ണം വെക്കാവുന്നത് ഈ വിക്ടിമിനെ ഒരു രീതിയിലും കോണ്ടാക്ട് ചെയ്യാനോ, അല്ലെങ്കിൽ വിക്ടിമിന് ഇൻഡ്യൂസ്മെന്റ്സ് ഓഫർ ചെയ്യുകയോ, അല്ലെങ്കിൽ വിക്ടിമിനെ ഇന്റിമിഡേറ്റ് ചെയ്തോ ഈ കേസിന്റെ ഔട്ട്കം ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കരുത് എന്നൊരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻ സാധാരണ എല്ലാ ബെയിൽ ഇതിനകത്തും വരും. അങ്ങനെ ഒരു ബെയിൽ കണ്ടീഷൻ അവിടെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ക്ലെയിം ചെയ്യാം, പരസ്യമായി വ്യാജ അതിജീവിത എന്ന് പറയുമ്പോൾ എന്നിൽ ഭീതി ഉണർത്തി, എന്നെ വീണ്ടും വീണ്ടും ഇൻസൾട്ട് ചെയ്യുന്നു, ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നു എന്ന് ക്ലെയിം ചെയ്തിട്ട് ബെയിൽ ക്യാൻസൽ ചെയ്യാനായിട്ട് പോലീസിന് നീങ്ങാം. ഒരു അസാധാരണമായിട്ടുള്ള കാര്യമാണ് ഇത്. വളരെ ഒരു ആവശ്യമില്ലാത്ത ഫസ്സാണ്. കാരണം രാഹുൽ ഈശ്വർ ആദ്യമേ എടുത്തിരിക്കുന്ന ഒരു കണ്ടൻഷൻ എന്ന് പറയുന്നത് ഇവരുടെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഒരു ഫാൾസ് കംപ്ലൈന്റ് ആണെന്നാണ്. അതാണ് അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാട്. അതൊരു ഇന്ത്യൻ പൗരന് ഇപ്പോൾ ഒരു കേസിനെ കുറിച്ച് ഇത് വ്യാജ കേസാണെന്ന് പറയാനായിട്ടുള്ള അവകാശം എനിക്കുണ്ട്. അതെ, ഏത് കേസിലും എനിക്ക് പറയാം. പക്ഷേ രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിൽ ആ കേസിൽ ഒരു പരാതി കൊടുത്ത് അന്യായമായിട്ടാണ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാഹുൽ ഈശ്വർ എന്തുകൊണ്ട് ഇപ്പോഴും കോടതിയിൽ പോയിട്ടില്ല എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അതിശയമാണ്. കാരണം രാഹുൽ ഈശ്വറിന് 35(3) നോട്ടീസ് പോലീസ് സെർവ് ചെയ്തിട്ടില്ല. BNSS 35(3) നോട്ടീസ് സെർവ് ചെയ്തിട്ടില്ല. പോലീസ് അവകാശപ്പെടുന്നത് ഞങ്ങൾ സെർവ് ചെയ്തു എന്നാണ്. പോലീസ് രാഹുൽ ഈശ്വറിന്റെ വീട്ടിൽ ചെന്ന് രാഹുൽ ഈശ്വറിന്റെ വണ്ടിയിൽ വേറൊരു പോലീസുകാരനും കൂടെ കയറി എന്ന് പറയുമ്പോൾ രാഹുൽ ഈശ്വറിന്റെ ലിബർട്ടി ആ മൊമെന്റിൽ കേർബ് ചെയ്തു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ സാറ് ഹൈക്കോടതിയിൽ ഈ സമീപകാലത്ത് ഒരു ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്, ദ മോമെന്റ് എ പേഴ്സൺസ് ലിബർട്ടി ഹാസ് ബീൻ ഇഫക്റ്റീവ്ലി curtailed by the police, the 24-hour countdown for production before a magistrate starts ticking. The clock starts ticking from the moment a person's liberty has been effectively curtailed എന്നാണ്. അപ്പൊ രാഹുൽ ഈശ്വറിന്റെ വീട്ടിൽ ചെന്ന് രാഹുൽ ഈശ്വറിന് സ്വന്തം വണ്ടിയിൽ വരാൻ അനുവദിച്ചാലും അല്ലെങ്കിലും ഒരു പോലീസുകാരനും കൂടെ വണ്ടിയിൽ കയറിപ്പോൾ രാഹുൽ ഈശ്വറിന്റെ ലിബർട്ടി അവിടെ വെച്ച് കേർടെയിൽ ചെയ്തു. അപ്പൊ ആ നിമിഷം മുതൽ കസ്റ്റഡിയിലായി. നേരെ കൊണ്ടുപോയത് പോലീസ് ട്രെയിനിങ് കോളേജിലാണ്. AR ക്യാമ്പിൽ കൊണ്ടുപോയെന്ന് പറയുന്നു. പോലീസ് ട്രെയിനിങ് കോളേജിൽ കൊണ്ടുപോയിട്ട് ചെറുപ്പക്കാരിയായ രാഹുൽ ഈശ്വറിന്റെ ഭാര്യയെ, ഒരു സ്ത്രീയെ സൺസെറ്റ് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുകയോ, സൺറൈസിന് മുമ്പോ ബിറ്റ്വീൻ സൺസെറ്റ് ആൻഡ് സൺറൈസ് ഒരു സ്ത്രീയെ എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസിൽ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് നിയമവ്യവസ്ഥ വെച്ചിരിക്കുന്നത് പോലീസിന്റെ കസ്റ്റഡിയിലോ പോലീസിന്റെ
പ്രിമൈസസിലോ ഒരു ലേഡി പാടില്ല ആ സമയങ്ങളിൽ നിന്നുള്ളപ്പോൾ പോലീസ് ട്രെയിനിങ് കോളേജ് എന്ന് പറയുന്ന ഒരു വിജനമായ സ്ഥലമാണ്. രാത്രിയാണ് പോലീസ് ട്രെയിനിങ് കോളേജിൽ. അവിടെ പോലീസിന്റെ ഒരു കോളേജ് എങ്ങനെ അടച്ചിട്ടിരിക്കുന്നു അതുപോലെ അടച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് രാഹുൽ ഈശ്വറിനെ കൊണ്ടിരുത്തിയിട്ട് ആ ചെറുപ്പക്കാരിയായ ദീപ ഈശ്വറിനെ അവിടെ ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടത് തന്നെ ഹൈലി ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ചെന്നപ്പോൾ ദീപ ഈശ്വർ അതിനകത്ത് കയറിയപ്പോൾ ഞാൻ ഫോണിൽ പറഞ്ഞു അറസ്റ്റ് ഡോക്യുമെന്റ്സ് ഒപ്പിടരുത്, കാരണം അബ്ഡക്ഷനാണ്. പക്ഷെ ദീപ ഈശ്വർ പുറത്തിറങ്ങിയിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാർ എനിക്ക് പ്രഷർ ഓഫ് ടു മച്ച് ടു ബെയർ, എന്നെ രാഹുലിനെ അവർ ബലമായിട്ട് ഒപ്പിടിച്ചു. അപ്പൊ രാഹുൽ ഈശ്വറിന്റെ കേസിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതുപോലെയും മറ്റ് മറുനാടൻ എന്തോ അദ്ദേഹത്തിന്റെ ഷാജൻ സ്കറിയ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതുപോലെയും മറ്റ് പലരെ അറസ്റ്റ് ചെയ്തതുപോലെയും ഇല്ലീഗലായിട്ട് അബ്ഡക്ട് ചെയ്തുകൊണ്ട് പോയതാണ്. അപ്പൊ അദ്ദേഹത്തിന് പോലീസ് ഒന്നാമത് ചാർജ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കേസ് ഒരിക്കലും നിലനിൽക്കാൻ പാടില്ല. അദ്ദേഹത്തിനെതിരെയുള്ള കേസ് ചാർജ് ചെയ്തു, റിമാൻഡ് ചെയ്തു. ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഒന്നും രാഹുൽ ഈശ്വറിന് ഫേർണിഷും ചെയ്തില്ല. ഇല്ലീഗൽ അറസ്റ്റ് ആണ്, ടോട്ടലി ഇല്ലീഗലാണ് അദ്ദേഹത്തിന്. എന്നിട്ട് ജയിലിൽ അടച്ചു. എല്ലാം വിൻഡിക്റ്റീവായിട്ട് പോലീസ് പെരുമാറിയതാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാര്യം, ഒരു ഇൻഡിസ്ക്രിഷൻ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. നോർമൽ കേസിൽ അദ്ദേഹത്തിനെതിരെ ഒരു കേസില്ലെങ്കിൽ ഇപ്പോൾ ഞാനോ താങ്കളും നമ്മളിപ്പോൾ പറയാണ് വ്യാജ അതിജീവിതയാണെന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്നും ചെയ്യാൻ ഒക്കൂല. രാഹുൽ ഈശ്വറിനെ പോലത്തെ കേസ് വല്ലതും എന്റെ പേരിൽ പോലീസ് ചാർജ് ചെയ്താൽ പോലീസ് വിവരം അറിയും. ഞാനത് തുറന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ ക്ഷമ കെട്ടിട്ടാണ്. 1997 18/12/1996 DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ കേസിൽ ഇന്ത്യൻ സുപ്രീം കോടതി അറസ്റ്റ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതിന് ശേഷം നാളിതുവരെ കേരള പോലീസ് കംപ്ലൈ ചെയ്തിട്ടില്ല. സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങൾ ഞങ്ങൾക്ക് ബാധകമല്ല എന്ന ധാർഷ്ട്യത്തിലാണ് എല്ലാ കേസിലും പോലീസ് പെരുമാറുന്നത്. എന്നിട്ട് ഫോർജറിയും കൂടെ നടത്തുന്നു, പെർജറിയും നടത്തുന്നു. എല്ലാ റിമാൻഡ് റിപ്പോർട്ടിലും ഞങ്ങൾ ഇത് കംപ്ലൈ ചെയ്തെന്ന് എഴുതി പിടിപ്പിക്കുകയാണ്. ഇത്രയും കള്ളത്തരങ്ങൾ കാണിക്കുന്ന പോലീസ് വിൻഡിക്റ്റീവായിട്ടാണ് രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിൽ പെരുമാറിയതെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത്. ഇതിപ്പോ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ജാമ്യം ഒന്നും ക്യാൻസൽ ചെയ്യില്ല. ചിലപ്പോൾ കോടതി അദ്ദേഹത്തിനെ ഒന്ന് താക്കീത് ചെയ്തിട്ട് വിടുമായിരിക്കും. പക്ഷെ ഇത് എങ്ങനെയാണ് സാർ ഇങ്ങനത്തെ കേസുകൾ? ഇപ്പൊ രാഹുൽ ഈശ്വർ അത്യാവശ്യം നിയമവിവരങ്ങളുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം കേസ് കൊടുക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത്രയും ക്ലിയർ ആയിട്ട് സാർ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ ദീപ ഈശ്വർ പോലും സാറിനോട് പറഞ്ഞ വിഷയം വെച്ചിട്ട് എന്തുകൊണ്ട് അവരിങ്ങനെ ഇതുപോലൊരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് ശരിക്കും അതിശയകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഞാൻ ആരെയും അവഹേളിക്കാൻ ആഗ്രഹപ്പെടുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ ഞാൻ വിനയപൂർവ്വം പറയുന്നു, എന്റെ അസസ്മെന്റിൽ ഈ രാഹുൽ ഈശ്വറിനും അതേപോലെ തന്നെ നിയമത്തിനെ കുറിച്ച് വളരെയധികം വിദഗ്ധരായിട്ട് വന്നിരുന്ന് ആക്രോശിക്കുന്ന ആളുകൾക്ക് ആർക്കും തന്നെ നിയമത്തിനെ കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. അവർക്ക് ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് അറിയാത്തത് കൊണ്ടാണ് അവർ കേസിന് പോകാത്തത്. രാഹുൽ ഈശ്വറിന്റെ കേസിലടക്കം അവർ കോടതിയിൽ പോകാത്തത് രാഹുൽ ഈശ്വറിന് കണ്ടംപ്റ്റ് ഫയൽ ചെയ്യാം, രാഹുൽ ഈശ്വറിനെ അബ്ഡക്ട് ചെയ്തതിന് ഫയൽ ചെയ്യാം. വിഷ്വൽ എവിഡൻസ് ഉണ്ട്. TV ക്യാമറാസിന്റെ ഗ്ലെയറിൽ ദീപ ഈശ്വർ പോലീസ് ട്രെയിനിങ് കോളേജിന്റെ നടയിൽ അകത്തോട്ട് പോകുന്നതും പുറത്തിറങ്ങി വരുന്നതും കൊണ്ട് എല്ലാ എവിഡൻസസും ഉണ്ട്. അദ്ദേഹം പോകുകയാണെങ്കിൽ ഈ പോലീസുകാർക്ക് ബുദ്ധിമുട്ട് വരുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഓക്കെ സാർ. ഇതിനൊപ്പം തന്നെ ഇപ്പൊ രാഹുൽ ഈശ്വർ ഈ വിഷയം പറഞ്ഞപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്, ഇതിനു മുന്നേ അദ്ദേഹം തന്നെ ഈ അതിജീവിത സ്ഥിരമായിട്ട് ഇതുപോലെ കേസ് കൊടുത്തും അല്ലാത്ത രീതിയിലുമൊക്കെ രാഹുൽ ഈശ്വറിന്റെ സ്വൈര്യ ജീവിതം നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ പോലീസ് അത് തൊട്ട് നോക്കിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ആ വിഷയത്തിൽ അദ്ദേഹത്തിന് ഇനി എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പറ്റുന്നത്? രാഹുൽ ഈശ്വറിന്റെ ആ പരാതിയുടെ ഡീറ്റെയിൽസ് അറിയാതെ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയില്ല. ഈ അതിജീവിത ഒരു ഫോൾസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പോലീസിന് അതിജീവിതക്കെതിരെ കേസ് എടുക്കാനായിട്ടുള്ള വകുപ്പുകളുണ്ട്. ചിലത് കോഗ്നൈസബിൾ ഒഫൻസ് അല്ല, നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ആയതുകൊണ്ട് കോടതിയുടെ
അനുവാദത്തോടു കൂടി മാത്രമേ FIR ഇടാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും കേരള പോലീസ് സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വകുപ്പുണ്ട്. അവര് പോലീസിന്റെ ഇതിനകത്ത് 117D എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വകുപ്പുണ്ട് കേരള പോലീസ് ആക്ടില്. കേരള പോലീസ് ആക്ടില് 117D 117Dയിൽ പറയുന്നത്, whoever deliberately makes a false statement to a police officer with intent to mislead the police in material particulars in a police investigation or due performance of police duty shall on conviction be punishable with imprisonment for a term which may extend to 3 years or with fine or both. അങ്ങനെ പറയുമ്പോൾ ഈ സെക്ഷൻ മതി വ്യാജ പരാതി കൊടുത്ത ഒരാൾക്കെതിരെ കേസ് പോലീസിന് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലീസ് എപ്പോഴും സെലക്റ്റീവ് ആപ്ലിക്കേഷൻ ഓഫ് ലോ ആണ് നടത്തുന്നത്. അല്ലാതെ ഒരു ഫെയർനെസ് പോലീസിന്റെ ഒരു നടപടിയിലും ഇല്ല. അവർക്ക് ഈ സെക്ഷൻസ് ഒക്കെ അറിയാം. പോലീസ് 117D അപ്ലൈ ചെയ്തിട്ടുള്ള നിരവധി കേസുകൾ എനിക്കറിയാം. നിങ്ങൾ തന്നെ നെറ്റിൽ കയറി സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്കറിയാം. വ്യാജമായി 117D പോലീസ് അപ്ലൈ ചെയ്തിട്ടുള്ള കേസ് എനിക്കറിയാം. രാജീവ് ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ആക്ടിവിസ്റ്റ് ഉണ്ട് കോട്ടയത്ത്. നല്ല ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്. അവരെ കൊടുക്കാനായിട്ട് കേരള പോലീസ് പല രീതിയിൽ പല പീഡനങ്ങളും നടത്തി പല കള്ളക്കേസിലും പെടുത്തി ഒരു 117D ചാർജ് ചെയ്ത കേസിൽ ഈ അടുത്ത കാലത്ത് പോലീസ് കോടതി രാജീവ് ചന്ദ്രനെ അക്യൂസ് ചെയ്യും. പക്ഷെ വർഷങ്ങൾ രാജീവ് ചന്ദ്രന് കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. അവർ എന്റെ സംഘടനയുടെ ഒരു കോർഡിനേറ്ററാണ് CRS. അവർക്കെതിരെ വേറെ അവരുടെ മദർ ഇൻ ലോയെ പോലീസ് ഹരാസ് ചെയ്യാൻ ഒരു സിവിൽ ഡിസ്പ്യൂട്ടിനകത്ത് പോലീസ് കോവിഡ് സമയത്ത് കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് അവിടെ ചെന്ന് ആ സ്ത്രീയെ ഹരാസ് ചെയ്ത് നോട്ടീസ് ഇല്ലാതെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട് ചെന്ന് ഹരാസ് ചെയ്തതിന് ഈ അടുത്ത കാലത്ത് പോലീസ് കംപ്ലയിൻസ് ഡിസ്ട്രിക്ട് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പോലീസ് ഒരിക്കലും ഫെയർ ആയിട്ട് ചെയ്യുന്നതല്ല. രാഹുൽ ഈശ്വർ വ്യാജ പരാതി അദ്ദേഹത്തിനെതിരെ ഒരു സ്ത്രീ കൊടുത്തു എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അത് പരിശോധിച്ച് വ്യാജ പരാതിയാണ് ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ആണെങ്കിൽ പോലീസിന് കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ല. കേരള പോലീസിന്റെ വെബ്സൈറ്റിലെ FAQ ഐറ്റം നമ്പർ 2 ചോദിച്ചാൽ can the police refuse to register an FIR എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് no, if there is a cognizable offense the police cannot refuse to register an FIR എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് പോലീസിന്റെ ഡിസ്ക്രിഷനോ ഔദാര്യമോ അല്ല. When a cognizable offense has been committed, police has no option. They will have to register the FIR. രാഹുൽ ഈശ്വർ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ പരാതിയുടെ റെസീറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 15 ദിവസത്തിനകം നിങ്ങളുടെ പരാതിയിൽ എന്ത് നടപടിയെടുത്തു, FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കോപ്പി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇൻ റൈറ്റിംഗ് കൊടുക്കണം വൈ ദി FIR ഹാസ് നോട്ട് ബീൻ രജിസ്റ്റേർഡ്. അത് പോലീസിന്റെ ലീഗൽ ഓബ്ലിഗേഷനാണ്. 15 ദിവസത്തിനകം പോലീസ് കൊടുക്കണം. ഇത് പലർക്കും അറിയാത്ത കാര്യമാണ്. 15 ദിവസത്തെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കോടതിയിൽ CMP ഫയൽ ചെയ്യാം. ഓക്കെ സാർ, ഇതിപ്പോ നിലനിൽക്കുന്ന ഒരു കേസ് അല്ല എന്ന്, അല്ലെങ്കിൽ ഇത് വ്യാജമാണ് എന്നുള്ളതിന്റെ ഇപ്പൊ രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടുന്നതിന് മുന്നേ തന്നെ ഒളിവിലായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ ഈ കേസ് പൊളിഞ്ഞില്ലേ അവിടെ കൊണ്ട്? അത് പറയാൻ ഒക്കില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ജാമ്യം നിഷേധിക്കുന്നതും ജാമ്യം അനുവദിക്കുന്നതും ഒരു കേസ് വ്യാജമാണോ അല്ലയോ എന്നുള്ളതല്ല. അത് എല്ലാ കേസിലും വളരെ വ്യക്തമായിട്ട് കോടതികൾ വ്യക്തത വരുത്തിയിട്ടുള്ളതാണ്. അവർ ജാമ്യം നിഷേധിക്കുന്നതും ട്രയലിനെ ബാധിക്കരുത്, ജാമ്യം അനുവദിക്കുന്നതും ട്രയലിനെ ബാധിക്കരുത്. വിതൗട്ട് ഗോയിങ് ഇൻ ടു ദി മെറിറ്റ് ഓഫ് എ കേസാണ് ട്രയൽ കൊടുക്കുന്ന ബെയിൽ നോട്ട് ജയിൽ എന്നുള്ളതാണ് ഒരു ജുഡീഷ്യൽ ഡിക്റ്റം. അതുകൊണ്ട് എക്സെപ്ഷണൽ കേസസ് അല്ലെങ്കിൽ ഒരാളുടെ ലിബർട്ടി കർബ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ബെയിൽ കൊടുക്കുന്നത്. പ്രൈമാ ഫേസിയ ഒരു ഗൗരവമായിട്ടുള്ള കുറ്റം ചെയ്തു എന്ന് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ബെയിൽ ഡിക്ലൈൻ ചെയ്യും. ഇപ്പൊ റേപ്പ് പോലത്തെ ഒരു കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇന്ന് രാഹുലിന് മാങ്കൂട്ടത്തിന് എതിരെ വന്നിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് റേപ്പാണ് പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാക്കിയിരിക്കുന്നത് പോലീസ് വളരെ വിദഗ്ധമായി ഫ്രെയിം ചെയ്ത ഒരു കേസാണ്.
നേരത്തെ ഉള്ള രണ്ട് കേസുകളുടെ രീതിയിൽ, നേരത്തെ ഉള്ള രണ്ട് കേസുകൾ ട്രയലിന് വന്ന കൺവിക്ഷൻ വരാൻ സാധ്യതയില്ല. ഈ കേസ് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ കൺവിക്ഷൻ ചിലപ്പോൾ വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മറ്റേ കേസുകളും ഈ കേസുകളും നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുന്നത് പോലെ വളരെ ലഘൂകരിച്ച് വിവാഹിതയായ സ്ത്രീ റൂം എടുത്തു വിളിച്ചു വരുത്തി, അത് കഴിഞ്ഞ് പിന്നെ ലക്ഷറി ഗുഡ്സ് വാങ്ങിച്ചു, ഫ്ലാറ്റ് വാങ്ങിച്ചു കൊടുത്തു, അത് കഴിഞ്ഞ് ഇപ്പൊ റേപ്പായിട്ട് വരുന്നു എന്ന് പറയുന്ന രീതിയിൽ ഫ്രെയിം ചെയ്തിട്ടുള്ളതായിട്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ സോഴ്സത്തിൽ. പക്ഷെ അതേസമയം തന്നെ ആ കേസിൽ ഒരുപാട് ലൂപ്പ് ഹോൾസും ഉണ്ട്. അപ്പൊ ജാമ്യം ഇപ്പൊ ഇത് നിഷേധിച്ചു എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനല്ല. രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കേസിൽ കസ്റ്റഡി കൊടുത്തിരിക്കുകയാണ്. ജാമ്യം നിഷേധിച്ചപ്പോൾ അയാൾ കുറ്റക്കാരനാകുന്നില്ല. അതേപോലെ തന്നെ രാഹുൽ ഈശ്വർ ജാമ്യം കിട്ടിയത് കൊണ്ട് നിരപരാധിയാകുന്നില്ല. അതല്ല യാസ്റ്റിക്. ഓക്കെ സാർ, പക്ഷെ ഇവിടെ കാര്യങ്ങൾ എങ്ങനെ വന്നാലും രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്ത രീതിയും എല്ലാ കാര്യങ്ങളും നിയമവിരുദ്ധമാണ് എന്നുള്ളത് സാർ ഇപ്പോൾ അടിവരയിട്ട് പറയുന്നുണ്ട്. അപ്പൊ വീണ്ടും അദ്ദേഹത്തിനെതിരെ ഇതുപോലെ ഒരു പരാതിയുമായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വൈര്യ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ ഇത്? അപ്പൊ അദ്ദേഹത്തിന് രാഹുൽ ഈശ്വറിന്റെ കാര്യമാണോ പറയുന്നത്? രാഹുൽ ഈശ്വറിന്റെ കാര്യം. രാഹുൽ ഈശ്വറിന്റെ ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആണെങ്കിലും രണ്ടുപേരെയും അറസ്റ്റ് നിയമവിരുദ്ധമാണ്. പിന്നെ രാഹുൽ ഈശ്വറിനെതിരെ ഇങ്ങനെ വരുന്നത് തിരിച്ച് രാഹുൽ ഈശ്വർ കോടതിയിൽ പോകണം ആലോചിക്കത്തില്ലേ? വ്യാജ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യാജ പരാതിക്ക് പോലീസിന്റെ അടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ കോടതിയിൽ CMP ഫയൽ ചെയ്ത് പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പോകണം. ഒരു ക്രിമിനൽ മിസലേനിയസ് പെറ്റീഷൻ ഫയൽ ചെയ്യണം കോടതി. ഓക്കെ സാർ. അണ്ടർ 175(3) ഓഫ് BNS. ഓക്കെ സാർ. മജിസ്ട്രേറ്റ് ക്യാൻ ഡയറക്റ്റ് രജിസ്ട്രേഷൻ ഓഫ് എൻ FIR. അങ്ങനെ വ്യാജ പരാതി ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് ഇപ്പോൾ വ്യാജ അതിജീവിത എന്ന് പറയുമ്പോൾ ആ കേസ് വ്യാജമാണെന്നാണല്ലോ രാഹുൽ ഈശ്വർ പറഞ്ഞു വെക്കുന്നത്. അതെ. പക്ഷെ അത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് ഒന്ന് തീരുമാനമാവണല്ലോ. അത് ശരിയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് തീരുമാനമാകണം. പക്ഷെ രാഹുൽ ഈശ്വറിനെതിരെ ഈ അതിജീവിത എന്നെ അധിക്ഷേപിച്ചു എന്നും എന്റെ ഐഡന്റിറ്റി ഡൈവേർട്ട് ചെയ്തു BNS 72 ഒരു സീരിയസ് സെക്ഷൽ ഒഫൻസസ്, അതായത് BNS 64 മുതൽ 71 വരെയുള്ള സെക്ഷൽ ഒഫൻസസ് വിക്ടിമിന്റെ ഐഡന്റിറ്റി ഡൈവേർട്ട് ചെയ്യണത് ഒരു പണിഷബിൾ ഒഫൻസ് ആണ് എന്നുള്ളത് വെച്ചിട്ട് ആ സെക്ഷനും പിന്നെ സെക്ഷലി കളേർഡ് റിമാർക്ക് നടത്തി എന്നുള്ള സെക്ഷൻ 72(1)(4) ഇങ്ങനെ പല 79(1)(4) 75(1)(4) പിന്നെ ഔട്ട്റേജിങ് മോഡസ്റ്റി ഓഫ് എ വുമൺ 79, പിന്നെ 67 IT ആക്ട്, ഇങ്ങനെയൊക്കെയുള്ള സെക്ഷൻസ് വെച്ച് കേസ് കൊടുത്തതാണ്. ആ കേസ് വ്യാജമാണ് എന്ന് തെളിയിക്കാനായിട്ട് മറ്റേ നിരപരാധിത്വമൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ തെളിയണ്ട. കാരണം ഇദ്ദേഹം അങ്ങനെ ഐഡന്റിറ്റി ഒന്നും ഡൈവേർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ സാർ. ഓക്കെ.